ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കാച്ചി വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വേറെ നല്ല നമ്മൾ ഫ്രണ്ടിലത്തെ ടയറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു 12,500 രൂപ ഏറ്റവും കുറഞ്ഞത് പൊട്ടുമെന്ന് തോന്നുന്നു. കാരണം MRFിൻ്റെ അല്ലെങ്കിൽ ഞാൻ അപ്പോളിൻ്റെ ടയറാണ് ഇടുന്നത്. കാരണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ കണ്ടോ, ഒരുമാതിരി ബ്ലേഡ് പോലെ ആയിപ്പോയി. കാരണം ഇനി ഇത് തേഞ്ഞ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട പോലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ടയർ ഇങ്ങനെ തേഞ്ഞ് തീരാനുള്ള കാരണം ഇതിൻ്റെ ആക്സിലിൻ്റെ ബെയറിങ് വരുന്നത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് ആക്സിലും ബെയറിങ്ങും മാറണം. അതിപ്പോൾ ഇനി അടുത്ത തവണ പിന്നടിക്കാൻ നേരത്ത് മാറാമെന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പം ടയർ ഇതുപോലെ എത്രയും പെട്ടെന്ന് മാറുവാണെങ്കിൽ നല്ലതാണ്. പിന്നടിക്കാൻ നേരത്ത് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ടയർ ഇങ്ങനെ വെട്ടി തേഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി ഇത് മാറിയില്ലെങ്കിൽ നമുക്ക് ടയർ കട്ട് ചെയ്യാൻ പോലും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ടയർ മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റുവാന വരെ ഒറ്റയ്ക്ക് പോകാനൊരു മടി. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് മോനിച്ചിലും കൂടെ വിളിക്കാം. കാരണം ഏറ്റുവാന വരെ ഒറ്റയ്ക്ക് ഓട്ടോ ഓടിച്ച് പോകുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയാണ് അവിടെ. അപ്പോൾ ഒരാളോടെ ഉണ്ടെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞ് കരയൊക്കെ പറഞ്ഞ് പോയാലോ ഇത് പോയിട്ട്. അപ്പോൾ അതെ നമ്മുടെ മോനിച്ചിലെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാട്ടോ മോനിച്ചിൻ്റെ വീട്. നമുക്ക് മോനിച്ചിനെ പിക്ക് ചെയ്യാം. മോനിച്ചോ. അപ്പോൾ കേസ് നമ്മളിപ്പം എന്നാ പറയുക, ടയർ മാറാൻ വേണ്ടി പോവാണ്. കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് പോകാനൊരു മടി. അപ്പം മോനിച്ചിലെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ ടയർ ഷോപ്പിലേക്ക് പോകാം. ഏറ്റുമാനൂർ കേട്ടോ പോകുന്നേ. ഓക്കെ, പാട്ടൊക്കെ കേട്ട് പതിയെ അങ്ങ് പോയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പട്ടിത്താനത്തുള്ള ഏറ്റുമാനൂർ പട്ടിത്താനത്തുള്ള MRFിൻ്റെ ഷോറൂമിലാട്ടോ വന്നേക്കണേ. MRFിൻ്റെ ടയർ മാത്രം കിട്ടുന്ന ഷോറൂമുണ്ട്. ഇവിടെ കിട്ടും എന്നാണ് പറഞ്ഞത്. MRFിൻ്റെ ടയറൊക്കെ ഉണ്ടോ, നമുക്ക് എത്ര രൂപയാവോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏക്കാലും ചോദിക്കാം. ഓട്ടോയുടെ ഫ്രണ്ടിലത്തെ ടയർ ക്രോസ് കട്ടയുണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് അകത്ത് കയറി ചോദിക്കാം. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരുന്ന ടയർ ഞാൻ മേടിക്കാൻ പോകുന്ന ടയർ ഇതാട്ടോ. നടുക്ക് ലൈനിങ് വന്നിട്ട് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ കട്ട വരുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലിടുന്ന കേട്ടോ, ഈ പെട്ടി വണ്ടിക്കൊക്കെ ബാക്കിലിടുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് ടയറിൽ ഇടാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇതാട്ടോ. ഈ കട്ട, ഈ ഡിസൈൻ വരുന്ന കട്ടയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2,500 രൂപയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അയക്കാൻ ഇത് സെറ്റ് ചെയ്യാം. ഇതാട്ടോ നമ്മൾ ഇടുന്ന ടയർ. നോക്കി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ക്രോസ് കട്ടയാണെന്ന് ചോദിച്ചാൽ അതെ, എന്നാൽ ലൈനിങ്ങും ഉണ്ട്. ഇപ്പം അടിപൊളിയാണ്. മറ്റേ പക്ക ഫുള്ള് ക്രോസ് കട്ട് ഇട്ട് ഫ്രണ്ടിൽ ഇടാൻ പറ്റത്തില്ല, ഭയങ്കര ചാട്ടായിരിക്കും. അത് ബാക്ക് ടയർ ഇടുന്നതായിരിക്കും ഇച്ചിരി നല്ലതെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടിപൊളി ടയറും ട്യൂബും കൂടെ 2,500 രൂപയാണ് പറഞ്ഞത്. ഏക്കാലും നമുക്ക് നോക്കാം. അങ്ങനെ ടയറും കാര്യങ്ങളും നമ്മൾ സാധനം മേടിച്ച് നമ്മൾ 2,500 പറഞ്ഞത്. പക്ഷെ 100 രൂപ കുറച്ച് തന്നിരിക്കുകയാണ്. ഇതാട്ടോ ടയർ. നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ ഇതുപോലത്തെ ടയർ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക, നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മളല്ല ഈ കടയിൽ. അപ്പം നിങ്ങൾ എപ്പോഴും വരുമ്പം ഒറിജിനൽ ഷോറൂമിൽ നിന്ന് തന്നെ വന്ന് എടുക്കുക. അതാകുമ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഇതുണ്ടോ, ഇവിടെയാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ലീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പാന്ന് തോന്നണല്ലേ. അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അവിടെ പോയി ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഈ ടയറിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,780 രൂപയാണ് ടയർ. പ്ലസ് ട്യൂബും 254 രൂപ. അങ്ങനെ GST അത് ഇതെന്നൊക്കെ പറഞ്ഞ് 180. അങ്ങനെ ടോട്ടലാണ് 2,400 രൂപ വന്നിരിക്കുന്നത്. അപ്പോൾ ട്യൂബും ടയറും കൂടെ കിട്ടത്തുള്ളൂ. നമുക്ക് സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, കാരണം അതൊരു കോംബോ പോലെ വരുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇതാണ് ടോട്ടൽ ബില്ല്. ടയറും ട്യൂബും ഒരു കോംബോ ആയിട്ടോ വരുന്നത്. അപ്പോൾ അതാണ് 2,500 പറഞ്ഞു. 2,400 രൂപയ്ക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, അടിപൊളി, നല്ല കിടുക്കാച്ച്. ഇത് ഇടുമ്പോൾ വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്കാട്ടോ. നോക്കി, ഞാൻ വെച്ച് കാണിച്ചു തരാം. അല്ലേ, വെറൈറ്റി ലുക്കല്ലേ? എന്നുവെച്ചാൽ ടയർ മേടിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്നെങ്കിൽ MRF അല്ലെങ്കിൽ അപ്പോളോ മേടിക്കുക. ഒരിക്കലും സിയറ്റ് എന്ന് പറഞ്ഞ കമ്പനി മേടിച്ചേക്കരുത്. എനിക്ക് വണ്ടി എടുത്തപ്പം സിയറ്റ് ആണ് തന്നത്. അത് ഭയങ്കര ശോകമാട്ടോ. ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ MRF ഏറ്റവും നല്ല MRFിൻ്റെ ടയർ. കാരണം ഞാൻ ഉപയോഗിച്ചതിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ചതിലും പറയാനുള്ളത് MRFിൻ്റെ ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മൂടാണ്, ഒന്നും പറയാനില്ല. ചവിട്ടിയെടുത്താൽ വണ്ടി കണ്ടോ. ഇവിടെ ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ അലോയ്മെൻറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു തേങ്ങ എനിക്ക് മനസ്സിലാവണില്ല. പച്ച കാണിച്ചു കഴിഞ്ഞാൽ സെറ്റായി, റെഡ് കാണിച്ചാൽ സെറ്റായില്ലെന്ന അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ഒരെണ്ണം റെഡിയായെന്ന് തോന്നുന്നു. ഇനി ഇപ്പുറത്തേടെ റെഡിയാക്കാനുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ MRFിൻ്റെ ടയർ നമ്മൾ ഡിസ്കേ കയറ്റുക കേട്ടോ. അപ്പോൾ അതേ പഴയ ടയറും ട്യൂബും നമ്മളിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് പുത്തൻ ടയറാണ്, ഫസ്റ്റ് കട്ട പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കട്ട ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അപ്പം അങ്ങനെ അത്ര കാര്യങ്ങൾ സെറ്റായി. എങ്ങനെ എന്നാലും 4-5 കട്ട ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. കാരണം ഇത് വെട്ടി തേഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ആയിക്കാലും നമ്മളപ്പം ഫ്രണ്ട് ടയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വെള്ളപ്പനായിട്ടുണ്ട്, നോക്കി, അടിപൊളി. അതേ വണ്ടികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കി, എന്നാ ലുക്കാന്ന് നോക്കി. വിഷയം, അടിപൊളി.
ഫ്രണ്ടിൽ ഈ ടയർ MRFന്റെ ഈ ക്രോസ് കട്ട് ഇടുവാണെങ്കിൽ അടിപൊളിയാട്ടോ. വണ്ടിക്ക് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. ടയർ ഇട്ടുണ്ടോ നോക്കി, എന്താ ലുക്ക്. ഞാൻ ആഴ്ച ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം പുത്തൻ ടയർ ഇട്ടോണ്ടേ. അപ്പോൾ നമുക്ക് ഇനി വീൽ കപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടയറിടലും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ ടയറും ആളും അടുത്ത് ക്ഷീണിതനായി ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടു. അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളാണെങ്കിലും വണ്ടിയിൽ ഇടുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇതുപോലത്തെ ക്രോസ് കട്ട പ്ലസ് മിക്സഡ് കട്ട. ക്രോസ് കട്ടയാണ് സൈഡിൽ, നടുക്ക് ലൈനുമാണ്. അപ്പം ഓട്ടോയുടെ ഫ്രണ്ട് ഇടാൻ അടിപൊളിയാണ്. ഒന്നും നോക്കട്ടെ. പിന്നെ ഇവിടെ ഞാൻ അത്ര മേടിക്കാൻ വന്നാണ്. ഞാൻ ഏറ്റവും വരുമ്പോഴാണ് അത്ര മേടിക്കാൻ. ഞാൻ അത്ര ഭ്രാന്തനാണ്. 120 രൂപയുടെ കിടക്കാച്ച അത്ര കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടോ. എന്റെ ബേബി ആയിട്ട് കലിപ്പാണ് ഗൈസ്. ബേബി ഒന്നും അല്ല ഗൈസ്, പിന്നെ ഇവൻ എന്നെ ചതിച്ചു ഗൈസ്. പണ്ട പോസ്റ്റാണ് ഗൈസ്. അപ്പൊ അത്ര മേടിക്കാൻ പോയപ്പോ ഇച്ചിരി പോസ്റ്റായി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു കിടക്കാച്ച വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ടയർ, ഈ ക്രോസ് കട്ട ടയർ വേണമെങ്കിൽ ഏറ്റുമാനൂർ പട്ടിത്താനത്ത് MRFന്റെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടയറും കാര്യങ്ങളും കിട്ടും. അടിപൊളിയാണ്. ഫ്രണ്ടിൽ മാക്സിമം നിങ്ങൾ പുത്തൻ ടയർ മേടിച്ചിടാൻ നോക്കുക. ഒരിക്കലും ഫ്രണ്ടിൽ കട്ട ടയർ മേടിച്ചിടരുത്. കട്ട ടയർ ഇട്ടാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിന്നിന് കംപ്ലൈന്റ് വരും, ബെയറിങ്ങിന് കംപ്ലൈന്റ് വരും. പെട്ടെന്ന് വരത്തില്ല, കാലക്രമേണ കംപ്ലൈന്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ മേടിച്ചിടുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാ ചിക്കൻ കാച്ചി വീഡിയോ കാണാം. ബൈ 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 ഗൈസ്. ബൈ ഗൈസ്. ഭയങ്കര ചൂടാണ്, ഫാൻ ഇരട്ടെ.